എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കണോമി സിലബസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് GDP? ഓപ്ഷൻ എ ഗവൺമെന്റ് സ്പെൻഡിംഗ്, ഓപ്ഷൻ ബി നെറ്റ് എക്സ്പോർട്സ്, ഓപ്ഷൻ സി ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, ഓപ്ഷൻ ഡി കൺസപ്ഷൻസ്. അതായത് GDP-യുടെ കാൽക്കുലേഷനിൽ വരാത്തത് ഏതെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ GDP കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് GDP-യുടെ കാൽക്കുലേഷനിൽ വരാത്തൊരു കാര്യമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ GDP-യുടെ കാൽക്കുലേഷനിൽ വരുന്നതാണ്. ഗവൺമെന്റ് സ്പെൻഡിങ്, നെറ്റ് എക്സ്പോർട്ട്, കൺസപ്ഷൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ GDP മൈനസ് ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ബി GNP മൈനസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് സബ്സിഡീസ്, ഓപ്ഷൻ സി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് സബ്സിഡീസ്, ഓപ്ഷൻ ഡി GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അതായത് NNP അറ്റ് മാർക്കറ്റ് കോസ്റ്റിലും നമ്മൾ കാണാറുണ്ട്, അതേപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിലും കാണാറുണ്ട്. ഫാക്ടർ കോസ്റ്റിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഓക്കെ, അപ്പൊ ഇവിടെ GDP-യുടെയും അതേപോലെ തന്നെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. പേഴ്സണൽ ഇൻകം ഈസ് ഓപ്ഷൻ എ ഇൻകം റിസീവ്ഡ് ബൈ ഫേംസ്, ഓപ്ഷൻ ബി നാഷണൽ ഇൻകം പ്ലസ് കോർപ്പറേറ്റ് ടാക്സസ്, ഓപ്ഷൻ സി നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്, ഓപ്ഷൻ ഡി ഡിസ്പോസബിൾ ഇൻകം മൈനസ് ടാക്സസ്. അതായത് പേഴ്സണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് പേഴ്സണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്? ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ ഉണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, പേഴ്സണൽ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിന്റെ ഇക്വേഷൻസും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് GDP-യുടെ ഇക്വേഷൻ ഒന്ന് നോക്കാം. GDP എന്താണെന്ന് അറിയാലോ അല്ലെ? അതായത് ഒരു രാജ്യത്ത് ഒരു ഗിവൺ പീരീഡിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ടോട്ടൽ വാല്യൂനെ പറയുന്ന പേരാണ് GDP. ഓക്കെ, ഇപ്പൊ GDP നമുക്ക് രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഇൻകം അപ്രോച്ച് ഉണ്ട്, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ഉണ്ട്. അപ്പൊ എക്സ്പെൻഡിച്ചർ അപ്രോച്ചിന്റെ ഇക്വേഷൻ ആണ് കൺസപ്ഷൻ സി പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഗവൺമെന്റ് സ്പെൻഡിങ് അഥവാ G പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. എന്താണ് നെറ്റ് എക്സ്പോർട്ട്? രാജ്യത്തിന്റെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതാണ് എക്സ്പെൻഡിച്ചർ അപ്രോച്ച് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇൻകം അപ്രോച്ച് പ്രകാരമാണെങ്കിൽ GDP കാണാനുള്ള ഇക്വേഷൻ വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇതൊന്നും പഠിച്ചിരിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലെ? ദെൻ അടുത്ത് നോക്കൂ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP. അപ്പൊ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ കാണാനുള്ള ഇക്വേഷൻ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ദെൻ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ GDP നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ചെയ്താൽ നമുക്ക് GNP കിട്ടും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അതിനെ നമുക്ക് നാഷണൽ ഇൻകം എന്നും പറയാം. അത് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഇതും പഠിച്ചൊക്കെ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ഗ്രോസ് നാഷണൽ ഇൻകം അഥവാ GNI കാണാനുള്ള ഇക്വേഷൻ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്? അതായത് നമ്മളെ രാജ്യത്തുള്ള ഒരാള്
വേറെ രാജ്യത്ത് പോയിട്ട് ഇൻകം ഏൺ ചെയ്യല്ലോ, അത് ആദ്യം എഴുതുക. മൈനസ് ഇൻകം ഏൺഡ് ബൈ ഫോറിനേഴ്സ് ഡൊമസ്റ്റിക്കലി. അതായത് ഫോറിനിലുള്ള ഒരാള് നമ്മളെ രാജ്യത്ത് വന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ദെൻ അടുത്ത നോക്കൂ, പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മൈനസ് കോർപ്പറേറ്റ് ടാക്സസ് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ദെൻ അടുത്ത നോക്കൂ, എന്താണ് ഡിസ്പോസിബിൾ ഇൻകം? എന്താണ് ഡിസ്പോസിബിൾ ഇൻകം കാണാനുള്ള ഇക്വേഷൻ? പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്ട് ടാക്സസ് ആണ് ഡിസ്പോസിബിൾ ഇൻകം. ഡയറക്ട് ടാക്സിന് ഒരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് കേട്ടോ. അതായത് ഡയറക്ട്ലി ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വേറെ ഇക്വേഷൻ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ഈക്വൽ ടു കൺസപ്ഷൻ പ്ലസ് സേവിങ്സ് ആണ്. അതും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കൂ, വിച്ച് among the following is not correctly matched? ഓപ്ഷൻ എ നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് റോബർട്ട് ലൂക്കോസ്, ബി മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് TH ഹാവ്ലമോ, ഓപ്ഷൻ സി ന്യൂ കിനീഷ്യൻ ഇക്കണോമിക്സ് വോൾഡ്രോമർ, ഓപ്ഷൻ ഡി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് M ഫ്രൈഡ്മൻ. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള കോമ്പിനേഷൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അത് തെറ്റാണ്. ന്യൂ കിനീഷ്യൻ എക്കണോമിക്സ് പോൾ റോമർ അല്ല. ഓക്കെ, ആ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. അപ്പൊ അതിൽ വരുന്ന ആളല്ല പോൾ റോമർ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി നോക്കാനുണ്ട്. ഓക്കെ, അതായത് ക്ലാസിക്കൽ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സും ഉണ്ട്, കിനീസിയൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സും ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JS സ്മിത്ത്. അപ്പൊ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം മാക്രോ അഗ്രിഗേറ്റ്സിനെ എങ്ങനെയാണ് അവർ അസ്യൂം ചെയ്യുന്നത്? ഒന്ന്, ഇക്കോണമി സെൽഫ് റെഗുലേറ്റഡ് ആണെന്നാണ് ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തത്, മാർക്കറ്റ്സ് ആർ ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം ഡ്യൂ ടു ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്. പ്രൈസും വേജസും ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് മാർക്കറ്റ് എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് അടുത്ത അസംഷൻ. അടുത്തത്, ഫുൾ എംപ്ലോയ്മെന്റ് ഈസ് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി. അപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമിയിൽ വരുന്നതാണ് ഫുൾ എംപ്ലോയ്മെന്റ്. അതും മറ്റൊരു അസംഷൻ ആണ്. അടുത്തത്, സെയ്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതായത് സപ്ലൈ ആണ് അതിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന അസംഷൻ പറയുന്നതും ക്ലാസിക്കൽ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സിലാണ്. ദെൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് നോട്ട് നെസസറി. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന അനാലിസിസും ക്ലാസിക്കൽ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ മാക്രോ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നതാണ് ഏതൊക്കെയാണ് വരുന്നത്? GDP, അതേപോലെ തന്നെ NNP, അതൊക്കെ മാക്രോ അഗ്രിഗേറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഒന്ന് ക്ലാസിക്കൽ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സും രണ്ടാമത്തെ കിനീസിയൻ സ്കൂൾ ഓഫ് അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ്. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ്. ഇനി അടുത്തത് കിനീസിയൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ മേനാർഡ് കീനസ് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ബിലീഫ് അല്ലെങ്കിൽ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ഡിറ്റർമിൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. എഫക്റ്റീവ് ഡിമാൻഡ് ആണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത്, വേജസ് ആൻഡ് പ്രൈസസ് ആർ സ്റ്റിക്കി ഇൻ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിൽ വേജും പ്രൈസും ഫിക്സഡ് ആണ്. അടുത്തത്, ഇക്കോണമി ക്യാൻ റിമെയിൻ ഇൻ അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. ഇക്കോണമി അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ റിമെയിൻ ചെയ്യാം. ഓക്കെ, അടുത്തത്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത് കിനീസിയൻ അനാലിസിസിലാണ് കേട്ടോ. ഓക്കെ, ദെൻ റിജക്ട് സെയ്സ് ലോസ്. അപ്പൊ സെയ്സ് ലോസ് റിജക്ട് ചെയ്യുന്നത് കിനീസിയൻ അനാലിസിസിലാണ്. ഡിമാൻഡ് ആണ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് കിനീസിയൻ അനാലിസിസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സ്പേർട്ടുകളാണ് ഒന്ന് ഗ്രിഗറി മാൻക്യൂ, ഡേവിഡ് റോമർ ആൻഡ് സ്റ്റാൻലി ഫിഷർ. അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.